ഹായ് എവ്രി വൺ, വെൽക്കം ടു വെറാന്ത റേസ്. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവേ തന്നെ സെഷനിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഏത് പാർട്ടിലാണ് എറർ എന്ന് പറയണം. If I was knowing why he was absent, I would have informed you. Okay? If I was knowing why he was absent, I would have informed you. ഇത് ഇഫ് ക്ലോസ് ആണ് അല്ലേ? ഇഫ് ക്ലോസ്, അതായത് അവൻ എന്തുകൊണ്ടാണ് ആബ്സെൻ്റ് ആയിരുന്നത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അറിയിച്ചേനെ അല്ലേ, ഞാൻ നിന്നെ അറിയിച്ചേനെ എന്നതാണ്. അപ്പോൾ ഇത് ഇഫ് ക്ലോസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ഐ വാസ് നോയിങ്, അത് ഏത് ടൈപ്പാണ്? നമുക്ക് കണ്ടീഷൻ ക്ലോസിൽ 3 ടൈപ്സ് ഉണ്ട് അല്ലേ? 3 ടൈപ്സിൽ നമുക്ക് കണ്ടീഷൻ ക്ലോസ് ഉണ്ട്, ടൈപ്പ് 1, 2, 3. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കിത് ഏത് ടൈപ്പാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഇഫ് ഐ വാസ് നോയിങ് അങ്ങനെ ഒരു ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അറിയത്തില്ല അല്ലേ? അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കാം. ഐ വുഡ് ഹാവ് ഇൻഫോംഡ്, വുഡ് ഹാവ് V3 ഫോം അല്ലേ? അപ്പോഴേ ഓർത്തോ ഇത് ഏത് ടൈപ്പാ? ടൈപ്പ് 3. ടൈപ്പ് 3യുടെ സിൻടാക്സ് എന്താ? ഇഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ്, ഇഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ്, എന്നിട്ട് വാസ് നോയിങ് എന്നാണോ? അല്ല. അപ്പോൾ ഇഫ് ഐ ഹാഡ് നോൺ, ഇഫ് ഐ ഹാഡ് നോൺ എന്ന് വരും. ഇഫ് ഐ ഹാഡ് നോൺ, ഇഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ്, ഇഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ്, ഇഫ് ഐ ഹാഡ് നോൺ എന്ന് വരും. ഓക്കെ, സോ ഏത് പാർട്ടിലെ എറർ? എ പാർട്ടിലാണ് എറർ. അപ്പോൾ ടൈപ്പ് 3യുടെ സിൻടാക്സ് നോക്കുക. ഇത് കണ്ടീഷൻ ക്ലോസ് ആണ്. ഇഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എങ്ങനെ വരും എന്നറിയോ? വുഡ് ഓർ ഷുഡ്, പിന്നെ ഹാവ്, പിന്നെ തേർഡ് ഫോം. ഇനി വേറൊരു ഡൗട്ട് ഞാൻ ചോദിക്കുവാണേ. പിന്നെ ഒരു കാര്യം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ റെക്കോർഡഡ് സെഷനാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. സോ ഇതിനകത്ത് വൈ ഹി വാസ് ആബ്സെൻറ്റ്, അത് ശരിയാണോ? വൈ വാസ് ഹി ആബ്സെൻ്റ് എന്ന് വരണ്ടേ? എന്താ തോന്നുന്നത്? ഇവിടെ വൈ ഹി വാസ് ആബ്സെൻറ്റ്, ഇഫ് ഐ ഹാഡ് നോൺ വൈ ഹി വാസ് ആബ്സെൻറ്റ് എന്നുള്ളത് ശരിയാണ്. എന്തുകൊണ്ടെന്നറിയാം? ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരിട്ട് ചോദിക്കുക, വൈ ആർ യു ആബ്സെൻറ്റ്, എന്താണ് ആബ്സെൻ്റ് ആവുന്നത്, ആബ്സെൻ്റ് ആയത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതെന്താ, അത് ഞാൻ നേരിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അല്ലേ, വൈ ആർ യു ആബ്സെൻ്റ് എന്നുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു സെൻറ്റൻസായി തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. അപ്പോൾ സെൻറ്റൻസ് ആണെങ്കിൽ എപ്പോഴും സബ്ജക്റ്റ് അല്ലേ ആദ്യം വരുന്നത് അല്ലേ? സെൻറ്റൻസ് ആണെങ്കിൽ എപ്പോഴും സബ്ജക്റ്റ് ആദ്യം വരേണ്ടത്. അതുകൊണ്ടാണ് വൈ ഹീ വാസ് ആബ്സെൻറ്റ്. അതൊരു നോർമൽ സെൻറ്റൻസ്. അവിടെ ഞാൻ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ആദ്യം ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യാം. വാട്ട് ആർ യു ഡൂയിങ്, വൈ ആർ യു ലേറ്റ് എന്നൊക്കെ പറയാം. പക്ഷേ ഇതല്ല, ഇത് ഇവിടെ ഒരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് സബ്ജക്റ്റ് വന്നത്. ക്ലിയർ ആണ്? അപ്പോൾ അതിൽ എററൊന്നും ഇല്ല കേട്ടോ. എറർ ഉള്ളത് ഇഫ് ഐ ഹാഡ് നോൺ. പിന്നെ നോയുടെ 3 ഫോംസ് അറിയാലോ. നോ, പിന്നെ ഏതാ? ന്യൂ. മൂന്നാമത്തെ ഫോമാണ് നോൺ. ഇതാണ് മൂന്നാമത്തെ ഫോം. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദേ ആർ ഗോയിങ് ടു ബിൽഡ് എ ന്യൂ എയർപോർട്ട് നിയർ ദി ഓൾഡ് വൺ. ഇത് ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ നിങ്ങൾ പാസീവിലോട്ട് മാറ്റുക, പാസീവ് വോയിസ് ആണെങ്കിൽ ആക്റ്റീവിലോട്ട് മാറ്റുക. ഓക്കെ, അപ്പോൾ ഇത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ റെക്കോർഡ് സെഷനാണിത്. അപ്പോൾ ഒന്ന് ആൻസർ പറയൂ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ലൈവ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ തന്നെ ആൻസർ പറയാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം കേട്ടോ. സോ ദേ ആർ ഗോയിങ് ടു ബിൽഡ് എ ന്യൂ എയർപോർട്ട്. ആർ ഗോയിങ് ടു ബിൽഡ്, ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്? ആക്റ്റീവ് പാസീവ് വോയിസ് കൺവേർഷൻ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം അല്ലേ? ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത്? തേർഡ് ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യണം, ബൈ കൊടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ബൈ കിടപ്പുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യനിലും ബൈ കിടപ്പില്ല, ഓപ്ഷൻസിലും ബൈ കിടപ്പില്ല. അതുകൊണ്ട് ആക്റ്റീവ് ആണോ പാസീവ് വോയിസ് ആണോ എന്നൊരു ചെറിയൊരു സംശയം കാണുമായിരിക്കാം അല്ലേ? പാസീവ് വോയിസിനകത്ത് തേർഡ് ഫോം ഓഫ് വെർബ് ഉപയോഗിക്കണം. ഓക്കെ, പാസീവ് വോയിസിനകത്ത് തേർഡ് ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യണം. അത് ക്വസ്റ്റ്യനിലില്ല. ദെർഫോർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് വോയിസ് ആണ്? ആക്റ്റീവ് വോയിസ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസാണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ ആക്റ്റീവ് വോയിസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പാസീവ് ആക്കി മാറ്റണം. നമ്മളതിനെ പാസീവ് ആക്കി മാറ്റണം. ഓക്കെ, എന്നാൽ പാസീവ് ആക്കാം. അപ്പോൾ എന്ത് വരും? ആദ്യം ടെൻസ് കണ്ടുപിടിക്കുക. ടെൻസ് എന്താണ്? ആർ ഗോയിങ്. ആർ ഗോയിങ് ഏത് ടെൻസാ?
പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസാണ്. കണ്ടിന്യൂസ് എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ ബീയിങ് കൊടുക്കണം. ഓക്കെ, കണ്ടിന്യൂസ് കാണുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ബീയിങ് എന്ന് കൊടുക്കുക. കണ്ടിന്യൂസ് എന്ന് കാണുമ്പോൾ നമ്മൾ ബീയിങ് എന്ന് കൊടുക്കുക. ബീയിങ്. ഓ, ബീയിങ് ഉള്ള ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. അല്ലാണ്ട് ടെൻസ് മാറ്റണ്ട. ആക്റ്റീവ് പാസീവ് വോയിസ് കൺവേർഷനകത്ത് ഒരിക്കലും ടെൻസ് മാറ്റണ്ട. അതുകൊണ്ട് ദേ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ എന്താ അവർ ബിൽഡ് ചെയ്യാൻ പോകുന്നത്? ന്യൂ എയർപോർട്ട് അല്ലേ? ഇത് ഒബ്ജക്റ്റ്. തിരിച്ചിടാലോ. ന്യൂ എയർപോർട്ട് ഇസ് ബീങ് ബിൽഡ്. മൂന്നാമത്തെ ഫോം ബിൽറ്റ് ആണ് കേട്ടോ. പ്രസൻറ്റ് ഫോമാണ് ബിൽഡ്. ഡി വരുന്നത് പ്രസൻറ്റ് ഫോമാണ്. അത് പാസ്റ്റോ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളോ ആകുമ്പോൾ ബിൽറ്റ് ആണ്, ടി ആണ്. ഓക്കെ, ന്യൂ എയർപോർട്ട് ഇസ് ബീങ് ബിൽഡ് നിയർ ദി ഓൾഡ് വൺ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, സെക്കൻഡ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. ആ തന്നിരിക്കുന്ന ടെൻസ് ഏതാന്ന് നോക്കുക. ടെൻസ് ഏതാണ്? ആർ ഗോയിങ്. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് കാണുമ്പം നമ്മളൊരു കണ്ടിന്യൂസ് ഫോം ബീയിങ് കൊടുക്കുക. അപ്പോൾ അത് ബീയിങ് ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. എന്നാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് പാർട്ടിലാണ് എറർ? എന്താണ് എറർ എന്ന് പറയണം. The doctor asked his patient to regularly take his medicine. ഡോക്ടർ പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കറക്റ്റായിട്ട് സമയത്തിന് മെഡിസിൻ എടുക്കണം. അപ്പോൾ നോ എറർ ആണെങ്കിൽ ഓപ്ഷൻ ഡി കൊടുക്കാം. ബാങ്കുകാർക്ക് എപ്പോഴും 5 ഓപ്ഷൻസ് ആണ്. SSCക്കാർക്കാണ് 4 ഓപ്ഷൻസ് കേട്ടോ. The doctor asked his patient to regularly take his medicine. ഓക്കെ, മെഡിസിൻ എടുക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ? റെഗുലറായിട്ട് അല്ലേ? അപ്പോൾ റെഗുലർലീനെ കണ്ടുപരിചയം വല്ലതും ഉണ്ടോ? അതൊരു അഡ്വേർബാണ് അല്ലേ? അഡ്വേർബാണ്. എന്ത് അഡ്വേർബാണ്? ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, എങ്ങനെ മെഡിസിൻ എടുക്കണം? ഹൗ. എങ്ങനെ എടുക്കേണ്ടത്? റെഗുലർലി എന്നും എടുക്കണം അല്ലേ? അപ്പം ഞാൻ ഹൗ എന്ന് ചോദിക്കുമ്പം എങ്ങനെ എടുക്കണം? റെഗുലർലി. അപ്പോൾ അതെന്താണത്? ഹൗ എന്ന് ഞാൻ ചോദിച്ചു കഴിയുമ്പം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ആൻസർ കിട്ടിയാൽ അതിനെ ഞാൻ മാനർ അഡ്വേർബ് എന്നാണ് പറയുന്നത്. എങ്ങനെ? ഏത് രീതിയിലാണ്? ഹൗ, എങ്ങനെ, അതിനെ ഞാൻ മാനർ അഡ്വേർബ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുക എങ്ങനെ എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? റെഗുലർലി. എങ്ങനെ മെഡിസിൻ എടുക്കണം? റെഗുലർലി. അപ്പോൾ ഹൗ എന്ന് ചോദിക്കുമ്പം എനിക്കൊരു ആൻസർ കിട്ടിയാൽ അതെന്താണ്? മാനർ അഡ്വേർബാണ്. മാനർ അഡ്വേർബ് എവിടെ പ്ലേസ് ചെയ്യണം? ആഫ്റ്റർ മെയിൻ വേർബ്. മാനർ അഡ്വേർബ് ആഫ്റ്റർ മെയിൻ വേർബ്. അപ്പോൾ ആ റൂൾ അറിയത്തില്ലാത്തവർ ശ്രദ്ധിക്കുക. ചുമ്മാ നമ്മൾ അവിടെ ഇവിടേക്കൊന്നും കൊണ്ടിടരുത്. മാനർ അഡ്വേർബ് ഇസ് ഓൾവേസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ മെയിൻ വേർബ്. പ്ലേസ് മാനർ അഡ്വേർബ് ആഫ്റ്റർ മെയിൻ വേർബ്. അപ്പോൾ എന്ത് വരും? ദ ഡോക്ടർ ആസ്ക്ഡ് ഹിസ് പേഷ്യൻറ്റ് ടു ടേക്ക് ഹിസ് മെഡിസിൻ റെഗുലർലി. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ വേർബ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം റെഗുലർലി. ഓക്കെ, ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ എവിടെയാണ് എറർ ഉള്ളത്? ഇതിൻ്റെ പൊസിഷൻ അങ്ങ് മാറ്റിയാൽ പോരെ. അപ്പോൾ സി പാർട്ടിലാണ് എറർ. സി പാർട്ടിലാണ് എറർ. ക്ലിയർ ആണല്ലോ? ടു ടേക്ക് ഹിസ് മെഡിസിൻ റെഗുലർലി. അപ്പോൾ ഇത് അഡ്വേർബ് ആണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായി? അഡ്വേർബ് എന്തുവാ ചെയ്യുന്നത്? വേർബിനെ ഡിഫൈൻ ചെയ്യുമല്ലേ? അപ്പോൾ ടേക്ക് ഹിസ് മെഡിസിൻ, ആ ടേക്ക് എന്നുള്ള വേർബിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് അഡ്വേർബ്. ഇനി എങ്ങനെ എടുക്കണം? എങ്ങനെയെന്ന് ചോദിക്കുമ്പം, ഹൗ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ആൻസർ കിട്ടിയാൽ അത് മാനർ അഡ്വേർബ്. കാരണം എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയാം ഐ വാക്ക്ഡ് സ്ലോലി. ഓക്കെ, ഐ വാക്ക്ഡ് സ്ലോലി. അപ്പോൾ ഞാൻ എങ്ങനെ നടന്നു? സ്ലോലി അല്ലേ? ഐ വാക്ക്ഡ് സ്ലോലി. അല്ലെങ്കിൽ ഐ വാക്ക്ഡ് ക്വിക്ക്ലി. ഓക്കെ, ഞാൻ എങ്ങനെ നടന്നു? വാക്ക്ഡ് എന്നുള്ളത് വേർബ്. എങ്ങനെ നടന്നു? ഹൗ, സ്ലോലി. അപ്പോൾ ഇതെന്താ? മാനർ അഡ്വേർബ്. മാനർ അഡ്വേർബ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഈ മെയിൻ വേർബിന് ശേഷം. ഓക്കെ, സോ ഐ വാക്ക്ഡ് സ്ലോലി. ക്ലിയർ? അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഈ ക്വസ്റ്റ്യനകത്ത്. പക്ഷേ പെട്ടെന്ന് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പം ഇത് ഇന്നതാണോ എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും. ശ്രദ്ധിച്ചോണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും ക്ലിയർ ആണല്ലോ? എ പോയം വാസ് ബീങ് റിട്ടൺ ബൈ മീ. ആക്റ്റീവ് ആണെങ്കിൽ പാസീവിലോട്ട് മാറ്റൂ, പാസീവ് ആണെങ്കിൽ ആക്റ്റീവിലോട്ട് മാറ്റൂ. എനിക്കറിയത്തില്ല ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന്. ഒന്ന് കൺവേർട്ട് ചെയ്യൂ. പിന്നെ ബാങ്കുകാർക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞൊന്നും വരാറില്ല. അവർക്ക് വരുന്നത്, ബാങ്കുകാർക്ക് എപ്പോഴും വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ വരും. ഓക്കെ, പാസീവിനകത്തൊരു സെൻറ്റൻസ് വന്നിട്ട് അതിനകത്ത് എറർ ഉണ്ടോ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ബാങ്കുകാർക്ക്. SSCക്കാർക്കാണ് പക്ക ഈ കൺവേർഷൻ രീതിയിൽ വരുന്നത്.
എ പോം വാസ്, പോയമല്ല പോം, എ പോം വാസ് ബീങ് റിട്ടൺ ബൈ മീ. ഓക്കെ, നമ്മൾ പോയം എന്നൊക്കെ പറയും, പക്ഷേ കറക്റ്റ് പോമാണ് കേട്ടോ. അപ്പോൾ എ പോം വാസ് ബീങ് റിട്ടൺ ബൈ മീ. ആ റിട്ടൺ കണ്ടപ്പോഴേ പിടി കിട്ടിയല്ലോ, തേർഡ് ഫോം ആണ് അല്ലേ. റൈറ്റ്, റോട്ട്, റിട്ടൺ, ഇതാണ് മൂന്നാമത്തെ ഫോം. ഓക്കെ, റൈറ്റ്, റോട്ട്, റിട്ടൺ. റിട്ടൺ തേർഡ് ഫോം. തേർഡ് ഫോം നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? പാസീവിനകത്തല്ലേ ഉപയോഗിക്കുള്ളൂ അല്ലേ. തേർഡ് ഫോം എവിടെ യൂസ് ചെയ്യും? പാസീവിനകത്ത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പാസീവ് ഫോം. നമ്മുടെ ക്വസ്റ്റ്യൻ പാസീവ് ഫോം. അപ്പോൾ ആക്റ്റീവിലോട്ട് ആക്കിക്കേ, എന്ത് വരും ആൻസർ? വന്ന വഴി തിരിച്ചാലോചിച്ചാൽ മതി അല്ലേ. ഈ ബീങ് എങ്ങനെ വന്നു? നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ കണ്ടതാണ് അല്ലേ. ബീങ് നമ്മൾ എപ്പോൾ കൊടുക്കും? കണ്ടിന്യൂസ് ആകുമ്പം. ഓക്കെ, ബീങ് കൊടുക്കുന്നത് കണ്ടിന്യൂസ് ആകുമ്പോൾ. ഏത് കണ്ടിന്യൂസാ? ഇവിടെ വാസ് കിടപ്പുണ്ട്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ്. ഓപ്ഷൻസിനകത്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ഏതാ നോക്കിക്കേ. ഓപ്ഷൻസിനകത്ത് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആം റൈറ്റിംഗ് ആണോ? അല്ല, അത് പ്രസന്റ് കണ്ടിന്യൂസാ. ഹാവ് ബീൻ റൈറ്റിംഗ് ആണോ? അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസാ. പിന്നെ ഹാഡ് ബീൻ റൈറ്റിംഗ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ടെൻസ് മാറ്റണ്ട. പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ഇതേ ഒരെണ്ണം മാത്രമേ ഉള്ളേ. അപ്പോൾ പോം സബ്ജക്റ്റ്, ബൈ മീ ഇത് ഒബ്ജക്റ്റ്. ഇത് രണ്ടോട് തിരിച്ചിട്ടാൽ മതി. മീ സബ്ജക്റ്റ് ആകുമ്പോൾ ഐ ആവും അല്ലേ. ഐ വാസ് റൈറ്റിംഗ് എ പോം. ഐ വാസ് റൈറ്റിംഗ് എ പോം. കേട്ടോ, അപ്പോൾ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിനെയാണ് നമ്മൾ ബീങ് കൊടുക്കുന്നത്. പാസീവ് ആക്കാൻ വേണ്ടി നമ്മൾ ബീങ് കൊടുക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആക്റ്റീവ് പാസീവ് ആക്കാനും പാസീവിൽ ആക്റ്റീവ് ആക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അത് SSCക്കാർക്കാണെങ്കിൽ Tier 1 തന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് എന്താണല്ലോ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, ഒരു ബ്ലാങ്ക് അവിടെ ഉണ്ട്, ഒന്ന് ഫില്ല് ചെയ്യാം. എന്തായിരിക്കാം ആൻസർ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങളുടെ ബാക്കി ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റിൽ റെഫറൻസിൻ്റെ ടൈമിൽ ലൈക്ക് വീഡിയോസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ദ പൈലറ്റ് വാസ് ഡാഷ് ഇഞ്ചേർഡ്, ഹി ഡൈഡ് വിത്തിൻ ഹാഫ് ആൻ അവർ. എന്താ ആൻസർ? ദ പൈലറ്റ് വാസ് ഡാഷ് ഇഞ്ചേർഡ്. കെയർലെസ്ലി ഇഞ്ചേർഡ്, ഫെയ്റ്റ്ഫുള്ളി, വിധി, വൈറ്റലി. വൈറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്നല്ലേ. അപ്പോൾ എന്തായിരിക്കാം അവിടെ ആൻസർ? The pilot was dash injured. ഓക്കെ, അതായത് ഭയങ്കരമായിട്ടും ഇഞ്ചുറി സംഭവിച്ചു എന്നതല്ലേ മീനിങ്. ഭയങ്കരമായിട്ടും ഇഞ്ചുറി സംഭവിച്ചു എന്നതാണ്. അപ്പോൾ എന്താണ്? ഭയങ്കരമായിട്ടും ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആസ് എ റിസൾട്ട് വരുന്ന എന്താണെങ്കിലും മരണമാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ ഭയങ്കരമായിട്ടും ഇഞ്ചുറിയായി ഫൈനൽ റിസൾട്ട് മരണം, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഫേറ്റലി എന്നാണ് പറയുന്നത് കേട്ടോ. ഫേറ്റലി. സോ ദ പൈലറ്റ് വാസ് ഫേറ്റലി ഇഞ്ചേർഡ്, ഹി ഡൈഡ് വിത്തിൻ ഹാഫ് ആൻ അവർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, അടുത്തത് അപ്പോൾ കെയർലെസ്ലി വരില്ല, ഫെയ്റ്റ്ഫുള്ളി വിധി പോലെ, വൈറ്റലി ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്രയ്ക്ക് സിവിയർ ഇഞ്ചുറി ആയിരുന്നു, അതുകൊണ്ട് ആൾ അരമണിക്കൂറിനകത്ത് മരിച്ചു. യെസ്, അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മുടെ അഡ്മിഷൻസിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വെറാന്ത റൈസിൻ്റെ മാത്രം പ്രത്യേകതയാണ് നമ്മുടെ 6 ലെവൽ ആയിട്ടുള്ള പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, എന്നിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. The college is conducting a special lecture for their students and teachers. എന്തെങ്കിലും എറർ ഉണ്ടോ? പറയും. ഇതിപ്പോൾ ഇന്ന പാർട്ടെന്നൊന്നും ഞാനിവിടെ ഇട്ടിട്ടില്ല. ഇന്ന പാർട്ടെന്നൊന്നും അല്ല. എന്താണ് എറർ? അത് മാത്രം പറഞ്ഞാൽ മതി. എന്താണ് എറർ? എന്താണ് എറർ എന്ന് കൊടുക്കുക. The college is conducting a special lecture for their students and teachers. The college is conducting. കോളേജ് ആർ കണ്ടക്ടിങ് എന്ന് വേണോ? വേണ്ട. കോളേജ് എന്ന് പറയുന്ന ഒരു സിംഗുലർ ബോഡി അല്ല, അതുകൊണ്ട് നമുക്ക് ആർ കണ്ടക്ടിങ് ഒന്നും വേണ്ട. ദ കോളേജ് ഇസ് കണ്ടക്ടിങ്, അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ സ്പെഷ്യൽ ലെക്ചർ ഫോർ ദെയർ സ്റ്റുഡൻസ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അതൊരു സിംഗുലർ ബോഡിയാന്ന് പറഞ്ഞു. പിന്നെ അവരുടെ സ്റ്റുഡൻസോ? ആരുടെ സ്റ്റുഡൻസ്? കോളേജിൻ്റെ എന്നല്ലേ, അപ്പം പേഴ്സൺ അല്ലല്ലോ അവിടെ, അതുകൊണ്ട് ദെയർന്ന് വേണ്ട, ഫോർ ഇറ്റ്സ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ മതി.
ഓക്കെ, ഇപ്പോൾ മനുഷ്യരാണെങ്കിലല്ലേ നമ്മൾ പകരം ദേർന്ന് കൊടുക്കുന്നത്. കോളേജ് എന്നുള്ളത് ആ ഒരു ബിൽഡിംഗ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് പക്ഷേ ബിൽഡിംഗ് ആണോ കണ്ടക്ട് ചെയ്യുന്നത്? അല്ല, മനുഷ്യരാണ് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും വേണ്ടി ആളുകൾ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ആ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ആ ഫിസിക്കൽ ആ ഒരു കൺസ്ട്രക്ഷൻ ആ ഒരു ബോഡിയാണ് നമ്മൾ മീൻ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് the college is conducting a special lecture for its students and teachers. ഓക്കെ, ശരി, എന്നാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വേറെ എററൊന്നും ഇല്ല, നോ എററാണ്. Strength of a team is in its ability to maintain harmony. Strength of a team is in its ability to maintain harmony. എന്താണ് എറർ? ഇതും ഞാൻ പ്രത്യേകിച്ച് എറർ സ്പോട്ടിങ്ങിൻ്റെ ഇന്ന ഒരു പാറ്റേൺ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. എന്താണ് എറർ എന്ന് നമുക്ക് നോക്കാം. സ്ട്രെങ്ത് ഓഫ് എ ടീം. അപ്പോൾ ആ ടീമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അതിൻ്റെ ഒരു കഴിവാണ് അല്ലേ. ഇറ്റ്സിന് ഇനി അപ്പോസ്ട്രോഫി എങ്ങാനും കൊടുക്കണോ? അതാണോ എറർ? ഇറ്റ്സിന് അപ്പോസ്ട്രോഫി കൊടുക്കണോ? ഈ അപ്പോസ്ട്രോഫി വരുന്നത് എന്താണെന്നറിയോ? ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഇറ്റ് ഇസിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, ഇറ്റ് ഇസിൻ്റെ ഷോർട്ട് ഫോം ആണ് ഈ ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് വേണോ ഒന്ന് നോക്കിക്കേ. ഇറ്റ് ഇസിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇറ്റ്സ്. ഇറ്റ് അപ്പോസ്ട്രോഫി എസ്, ഇറ്റ് ഇസിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ, അപ്പോൾ അതിന് കുഴപ്പമുണ്ടോ? അപ്പോൾ സ്ട്രെങ്ത് ഓഫ് എ ടീം ഈസ് ഇൻ ഇറ്റ് ഇസ് എബിലിറ്റി അല്ലല്ലോ, ഇറ്റ്സ് എബിലിറ്റി. അതിൽ മിസ്റ്റേക്ക് ഇല്ല, ഇത് കറക്റ്റാണ്. അതിൻ്റെ എബിലിറ്റി എന്നാണ്. അതായത് എന്താ അവിടെ അതിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത്? ടീം എന്ന് പറയുമ്പോഴത്തേക്കും പ്ലൂറൽ അല്ലേ. പക്ഷേ ടീം മൊത്തത്തിൽ ഇപ്പോൾ 4 ആണോ 5 ആണോ എത്ര പേരാണെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് ഹാർമണി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴാണ് അവിടെയാണ് നമ്മൾ അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. സ്ട്രെങ്ത് ഓഫ് എ ടീം ഇസ് ഇൻ ഇറ്റ്സ് എബിലിറ്റി. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ, ഏതിൻ്റെ? ആ ടീമിൻ്റെ. മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഒരു പർപ്പസ് ആയതുകൊണ്ടാണ് അതിൻ്റെ എന്ന് പറയുന്നത്. കാരണം ടീമിനകത്ത് ഇപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും കാണും അല്ലേ. അപ്പോൾ ഹിസ് എബിലിറ്റി അല്ല, ഹർ എബിലിറ്റി അല്ല, ഒരു പെർട്ടിക്കുലർ ആളുടെ മാത്രം എബിലിറ്റി അല്ല, അവർ മൊത്തം എല്ലാവരോട് ചേർന്ന് എടുക്കുന്ന അവരുടെ ആ ഒരു കഴിവാണ് ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ദെയർ എബിലിറ്റി എന്ന് പറയണോ? വേണ്ട. കാരണം എന്താ? ഒറ്റക്കെട്ടായിട്ട് അവരൊരു കാര്യം ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളവിടെ അതിൻ്റെ എന്ന് കൊടുത്തത്. അപ്പോൾ അവിടെ ഹിസും വേണ്ട, ഹെറും വേണ്ട, ദേറും വേണ്ട, ഇതൊന്നും വേണ്ട. അതിൻ്റെ എന്ന് പറയാൻ കാരണം ആ ടീമിൻ്റെ എന്ന മീനിങ് ആണ്, ആ ടീമിൻ്റെ. ഓക്കെ, പിന്നെ അപ്പോൾ ഇത് നോ എററാണോ? അല്ല, എററുണ്ട്. എന്താ അത്? ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അതിൻ്റെ കഴിവ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ടീമിൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ ആ സ്ട്രെങ്തിനെ അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ദ സ്ട്രെങ്ത് ഓഫ് എ ടീം, ദ സ്ട്രെങ്ത്, അവിടെ ഒരു ആർട്ടിക്കിൾ കൊടുക്കണം. ദ സ്ട്രെങ്ത് എന്നവിടെ വരും. അപ്പോൾ ഒരു ടീമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. കിട്ടിയോ? ദ സ്ട്രെങ്ത് ഓഫ് എ ടീം ഈസ് ഇൻ ഇറ്റ്സ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഹാർമണി. ദ സ്ട്രെങ്ത് ഓഫ് എ ടീം. ഓക്കെ, സാധാരണ നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. അവിടെ നമ്മൾ ആർട്ടിക്കിളൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ ആ ടീമിൻ്റെ സ്ട്രെങ്ത് ആണ് ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അതിൻ്റെ ഒരു എബിലിറ്റി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ സ്പെസിഫൈ എടുത്ത് പറയുന്നതുകൊണ്ടാണ് ദ സ്ട്രെങ്ത് വന്നത് കേട്ടോ. അടുത്തത് യെസ്, ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നോക്കിയവർക്ക് ഇത് എളുപ്പത്തിൽ കിട്ടും അല്ലേ. അത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും അതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ. എന്തായിരിക്കാം ആൻസർ? She asked me where was I going after the meeting. She asked me where was I going after the meeting. ഓക്കെ, നമുക്കിത് ഇതിപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നറിയാമല്ലോ അല്ലേ. ഇത് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇതിൻ്റെ ഡയറക്റ്റ് സ്പീച്ച് എന്ത് വരും? വേർ ആർ യു ഗോയിങ് അല്ലേ. വേർ ആർ യു ഗോയിങ്. ഓക്കെ, വേർ ആർ യു ഗോയിങ്, ഇങ്ങനെയാണ് നമ്മൾ സാറിന് ചോദിക്കുന്നത്, എവിടെ പോവാ അല്ലേ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വേർ ആർ യു ഗോയിങ്, ഇതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചോ. എന്താണ്? ഹെൽപ്പിംഗ് വേർബ് ആണ് ആദ്യം. അത് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കോ, ഹെൽപ്പിംഗ് വേർബ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കോ. വേർ ആർ യു ഗോയിങ്, വാട്ട് ആർ യു ഡൂയിങ്, വൈ ആർ യു ലേറ്റ്, വെൻ വിൽ യു ഗോ ദെയർ, ഇസ് ഇറ്റ് റെയിനിങ്,
ആർ യു കംഫർട്ടബിൾ അല്ലേ? അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും ആദ്യം ആരാ വരുന്നത്? ഹെൽപ്പിംഗ് വേർബ്. ആദ്യം ഹെൽപ്പിംഗ് വേർബ് ആണ് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യം ഹെൽപ്പിംഗ് വേർബ് ആണ് വരുന്നത്. ആണല്ലോ? ഓക്കെ, ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ? ഷി ആസ്ക്ഡ് മീ വെയർ വാസ് ഐ ഗോയിങ് ആഫ്റ്റർ ദ മീറ്റിംഗ്. വെയർ വാസ് ഐ ഗോയിങ്? സി, അത് നേരിട്ട് ചോദിക്കല്ല, അത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്, ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ അതൊരു സാധാ സെൻറ്റൻസ് ആയിട്ട് മാറിയില്ലേ? സാധാ സെൻറ്റൻസ് ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും വെയർ വാസ് ഐ ഗോയിങ് എന്നുള്ള ഇതേ പാറ്റേൺ തന്നെയാണോ കൊടുക്കേണ്ടത്? അല്ല. വെയർ ഐ വാസ് ഗോയിങ്, വെയർ ഐ വാസ് ഗോയിങ്. ആദ്യം സബ്ജക്റ്റ് കൊടുക്കുക. നമ്മൾ ഏത് സെൻറ്റൻസ് എടുത്ത് നോക്കിക്കേ. ഐ ആം ടീച്ചിങ്, യു ആർ ലിസ്ണിങ് ടു ദ ക്ലാസ് അല്ലേ? ദേ ആർ പ്ലേയിങ്, വി ആർ ഈറ്റിംഗ് ഫുഡ്. അപ്പോൾ ഏത് സെൻറ്റൻസ് എടുത്താലും സാധാ സെൻറ്റൻസ് എടുത്തു കഴിയുമ്പോൾ സബ്ജക്റ്റ് ആദ്യം. അപ്പോൾ ഞാനിതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കിയപ്പോൾ, റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കിയപ്പോൾ അതൊരു സാധാ സെൻറ്റൻസ് ആയിട്ട് മാറിയില്ലേ? അതുകൊണ്ട് സബ്ജക്റ്റ് ആദ്യം വരണം. അതാണ് അവിടുത്തെ എറർ. അതാണ് ഞാൻ നേരത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഏത് പാർട്ടിലെ എറർ? വെയർ വാസ് ഐ ഗോയിങ് അല്ല, വെയർ ഐ വാസ് ഗോയിങ് എന്ന് വരണം കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വരുമ്പം പാറ്റേൺ എന്താ? ഹെൽപ്പിംഗ് വേർബ് ആണ് ആദ്യം. എന്നാൽ അതൊരു സാധാ സെൻറ്റൻസ് ആകുമ്പോഴോ സബ്ജക്റ്റ് ആദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, ഈ വേർ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. അതിന് ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇൻഡയറക്റ്റ് ഫോമാണ്. ഓക്കെ, ഡയറക്റ്റ് ഫോം ആയിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് വന്നേനെ. അപ്പോൾ ഇതൊരു സാധാ സെൻറ്റൻസ് അല്ലേ? കണ്ടോ, ഫുൾ സ്റ്റോപ്പ് കിടപ്പില്ല. അപ്പോൾ അതൊരു സാധാ സെൻറ്റൻസാണ്. അപ്പോൾ സാധാ സെൻറ്റൻസ് ആകുമ്പോൾ സബ്ജക്റ്റിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, താഴെ കോമെൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഒരു പാർട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനകത്ത് ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാർട്ടിൻ്റെ മീനിങ് എന്താണെന്ന് പറയണം. ഓക്കെ, ഒരു പാർട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാർട്ടിൻ്റെ മീനിങ് എന്താണെന്ന് പറയാം. One can always start off with a clean slate for a new and better life. അതിൽ ക്ലീൻ സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇഡിയമാണ്. ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. എന്താണ് അതിൻ്റെ മീനിങ്? ക്ലീൻ സ്ലേറ്റ്, ക്ലീൻ സ്ലേറ്റ്. അതായത് ഒരു ക്ലീൻ സ്ലേറ്റ്. നമ്മൾ സാധാരണ എത്ര പേര് സ്ലേറ്റിൽ, മിക്കവരും തന്നെ സ്ലേറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അറ്റ്ലീസ്റ്റ് വീട്ടിലേലും സ്ലേറ്റൊക്കെ യൂസ് ചെയ്തൊന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പുതിയ കാര്യം നമ്മൾ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ലേറ്റ് നമ്മളൊന്ന് റബ്ബ് ചെയ്യും അല്ലേ? എന്നിട്ടൊരു ക്ലീൻ സ്ലേറ്റ് ആകുമ്പോൾ നമ്മൾ പുതിയ അടുത്ത കാര്യങ്ങൾ നമ്മൾ എഴുതും. അപ്പോൾ വൺ ക്യാൻ ഓൾവേസ് സ്റ്റാർട്ട് ഓഫ് വിത്ത് എ ക്ലീൻ സ്ലേറ്റ് ഫോർ എ ന്യൂ ആൻഡ് ബെറ്റർ ലൈഫ്. അപ്പോൾ ക്ലീൻ സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം നല്ല ക്ലീനാണ്, തുടക്കം, ഒരു പുതിയൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ അല്ലെ, ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നാണ്. അപ്പോൾ ഇന്നസെൻറ്റ് മാനുമായിട്ട് അതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പ്രൊവൈഡ് എ ക്ലിയർ റെക്കോർഡ് ടു വൺസ് സുപ്പീരിയർ, അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? അവർക്ക് ഒരു ക്ലിയർ റെക്കോർഡ് കാണിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. എ പേഴ്സൺ വിത്ത് നോ ക്രൈംസ് ടു ഹിസ് റെക്കോർഡ്, അതിലും കാര്യമുണ്ടോ? ഇല്ല. പിന്നെയോ സിറ്റുവേഷൻ ഇൻ വിച്ച് യു ക്യാൻ സ്റ്റാർട്ട് അഗെയിൻ. അപ്പോൾ ക്ലീൻ സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നേന്ന്, ഫ്രം ദ ബിഗിനിങ് നമുക്ക് തുടങ്ങാം, അതാണ്. ഓക്കെ, സോ സിറ്റുവേഷൻ ഇൻ വിച്ച് യു ക്യാൻ സ്റ്റാർട്ട് അഗെയിൻ, ഒന്നേന്ന് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് തുടങ്ങുന്നതിനെയാണ്. ഓക്കെ, യെസ്. ആൻഡ് അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, അരുൺ ഡ്രോവ് ദ കാർ വെരി ഫാസ്റ്റ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. അരുൺ ഡ്രോവ് ദ കാർ വെരി ഫാസ്റ്റ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ? അരുൺ ഡ്രോവ് ദ കാർ വെരി ഫാസ്റ്റ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് പറഞ്ഞിട്ട് ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറൊരു കാര്യം കൂടെ പറയാം. അപ്പോൾ അരുൺ ഡ്രോവ് ദ കാർ വെരി ഫാസ്റ്റ്. ക്വസ്റ്റ്യൻ ടാഗ് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഒരേ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചും കണ്ടുപിടിക്കാം അല്ലേ? തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നെഗറ്റീവ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ്, ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്തായിരിക്കും?
ഒരേ ഒരു നെഗറ്റീവ് ഓപ്ഷനേ ഉള്ളൂ ആൻഡ് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഡിഡൻറ്റ് ഹി. ഇനി അത് എങ്ങനെയാണ് വന്നത്? ഡിഡൻറ്റ് ഹി. ഒന്ന് ഡ്രോവ്. ഡ്രോവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിഡ് ഡ്രൈവ് എന്ന് എഴുതാം. കാരണം ഡ്രോവ് എന്നുള്ളത് അത് മെയിൻ വേർബാണ്. നമുക്ക് മെയിൻ വേർബ് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് മെയിൻ വേർബ് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ അതിനെ ഹെൽപ്പിംഗ് വേർബിൻ്റെ ടേംസിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ ഡ്രോവ് ഓടിച്ചു എന്നാണ്, അതിനെ നമുക്ക് ഡിഡ് ഡ്രൈവ് എന്ന് എഴുതാം. അവിടെ നിന്ന് ഇപ്പോൾ ഹെൽപ്പിംഗ് വേർബ് കിട്ടിയില്ലേ? ഡിഡ്. ആ ഡിഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിഡിൻറ്റ് എന്ന് കൊടുക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിഡിൻറ്റ്. പിന്നെ അരുണിന് പകരം നമുക്ക് പ്രൊനൗൺ യൂസ് ചെയ്യാം, ഹി. കേട്ടോ, അരുണിന് പകരം ഹി. ഓക്കെ, യെസ്. ഇനി ഇതിൽ നിന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ, അരുൺ ഡ്രോവ് ഫാസ്റ്റ്ലി. ഇത് ശരിയാണോ? അരുൺ ഡ്രോവ് ഫാസ്റ്റ്ലി ഇങ്ങനെ പറയാവോ? അരുൺ ഡ്രോവ് ഫാസ്റ്റ്ലി അല്ലേ? കറക്റ്റാണോ? ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡ്രോ വേർബാണ്. വേർബിനെ ഡിഫൈൻ ചെയ്യുന്നത് അഡ്വേർബാണ് അല്ലേ? പക്ഷേ ഫാസ്റ്റ്ലി എന്ന് പറയുന്ന ഒരു അഡ്വേർബ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഫാസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. കേട്ടോ, അരുൺ ഡ്രോ ഫാസ്റ്റ് എന്ന് തന്നെ നമ്മൾ പറയണം. ഈ ഫാസ്റ്റ് അഡ്വേർബായിട്ടും അഡ്ജക്റ്റീവായിട്ടും ആക്ട് ചെയ്യും. നമുക്ക് ഫാസ്റ്റ്ലി എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് അരുൺ ഡ്രോവ് ദ കാർ വെരി ഫാസ്റ്റ്ലി എന്ന് നമ്മൾ പറയത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. പക്ഷേ പലരും അൺനോയിങ്ലി ഇതുപോലെ ഫാസ്റ്റ്ലി എന്ന് പറയാറുണ്ട്. ദറ്റ് ഈസ് റോങ്. അരുൺ ഡ്രോവ് ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അരുൺ ഡ്രോവ് ദ കാർ വെരി ഫാസ്റ്റ് എന്ന ക്വസ്റ്റ്യനിൽ വന്നത്, ഫാസ്റ്റ്ലി അല്ല. കേട്ടോ, ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക. ആൻഡ് നമുക്ക് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഡു സബ്സ്ക്രൈബ് ആ ചാനൽ. താങ്ക് യു.